സോ ഇതാണ് ഓപ്പോയുടെ ഓപ്പോ ഫൈൻഡ് N2 ഫ്ലിപ്പ്. സോ ഈ ഒരു ഫ്ലിപ്പ് ഫോൺ ഞാൻ ഫസ്റ്റ് ടൈം ഓപ്പൺ ചെയ്തപ്പോൾ, അതായത് ഈ സാധനം ഇങ്ങനെ ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി എന്ന് പറയാൻ പറ്റില്ല, അന്തം വിട്ടുപോയി. അതായത് ഈ ഒരു ഫോണിൽ ഔട്ട് ഓഫ് ദ ബോക്സ് കൊടുത്തിരിക്കുന്ന ആ ഒരു ലൈവ് വാൾപേപ്പർ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല, കിട്ടില്ല ലൈവ് പേപ്പറാണ്. അതായത് ഞാൻ കാണിച്ചു തരാം, ക്ലോസപ്പ് കാണിച്ചു തരാം. സോ നമ്മൾ ഈ ഒരു ഫോൺ ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ പക്ഷികളുടെ ചിറകുകൾ ഇങ്ങനെ വിടരുന്ന ഒരു ലൈവ് വാൾപേപ്പറാണ്. വളരെ ബ്യൂട്ടിഫുൾ ആണ്, ഭയങ്കര ഹൈപ്പർ റിയലിസ്റ്റിക് ആണ്, കാണാൻ നല്ല രസമുണ്ട്. സാംസങ് നമ്മുടേതായി ഫ്ലിപ്പിലും ഇതുപോലുള്ള വാൾപേപ്പേഴ്സൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. ഫ്ലിപ്പിലുണ്ട് കേട്ടോ, ലൈവ് വാൾപേപ്പർ ഉണ്ട്, പക്ഷേ ഇത്രയും ഒരു എഫക്റ്റീവ്, അതായത് ഒരു രക്ഷയില്ലാത്ത ലൈവ് പേപ്പർ അവിടെ വരുന്നില്ല. എനിവേ നമുക്ക് ഈ ഓപ്പോ ഫൈൻഡ് N2 ഫ്ലിപ്പിൻ്റെ അൺബോക്സിങ്ങും ഡീറ്റെയിൽസും ഫീച്ചേഴ്സൊക്കെ കാണാം. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഇതാണ് ഓപ്പോ ഫൈൻഡ് N2 ഫ്ലിപ്പിൻ്റെ ബോക്സ്. ഓക്കെ, അൺബോക്സിങ് എക്സ്പീരിയൻസ് അത്യാവശ്യം പ്രീമിയമാണ് കേട്ടോ. അതായത് നമ്മൾ ഇതിൻ്റെ ഫ്ലാപ്പ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ സാധനം ഇങ്ങനെ പൊങ്ങി വരും, ഇത് കണ്ടില്ല, കണ്ടോ? ആ ഒരു പ്ലാറ്റ്ഫോം, നമ്മുടെ ഫോണുള്ള പ്ലാറ്റ്ഫോം ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ പൊങ്ങി വരും, നല്ല രസമുണ്ട്. ഓക്കെ, ആ ഒരു പ്രീമിയം ഫീല് കിട്ടുന്നുണ്ട്. സോ ബോക്സിൽ ഒബ്വിയസ്ലി ഫോണുണ്ട്, മേളുള്ള ഈ ലിഡ് മാറ്റി വെക്കാം, ചാർജർ 67 വാട്ടിൻ്റെ ചാർജറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ടൈപ്പ് സി ചാർജിങ് കേബിൾ, ഡോക്യുമെൻറ്റ്സ് ആണെന്ന് തോന്നുന്നു. ഭയങ്കര സർപ്രൈസിങ് ആയ ഒരു എലമെൻ്റ് ആണ്. ഇതിൽ കേസ് കൊടുത്തിട്ടുണ്ട് സാംസങ്, ഇതൊക്കെ നോക്ക്. സോ ഇവിടെ ആ ഒരു നമ്മുടെ TPU ഹാർഡ് TPU കേസ് വരുന്നുണ്ട്, നൈസാണ്. ബാക്കി ഡോക്യുമെൻറ്റേഷൻസും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. ഈ ഫോണിൻ്റെ ബാക്കിൽ ഗ്ലാസിൻ്റെ ബിൽഡാണ് കൊടുത്തിരിക്കുന്നത്. സോ ഫ്രണ്ടും ബാക്കും ഗ്ലാസ് ആണ്. പക്ഷേ ബാക്കിലുള്ള ഗ്ലാസ്സിൽ എന്തെങ്കിലും പ്രൊട്ടക്ഷൻ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അതായത് ഗൊറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ എന്തെങ്കിലും വന്നിട്ടുണ്ടോ ഐ ഡോണ്ട് നോ, കാരണം ഞാൻ കുറേ സെർച്ച് ചെയ്തു പക്ഷേ കിട്ടിയില്ല. ഓക്കെ, കയ്യിലെടുക്കുമ്പോൾ ആ ഒരു പ്രീമിയം ഫീൽ എന്തായാലും കിട്ടുന്നുണ്ട്. പിന്നെ ഹിഞ്ച് ആണെങ്കിലും ഫ്രെയിം ആണെങ്കിലും ഒബ്വിയസ്ലി മെറ്റലാണ്. പിന്നെ സാംസങ്ങിൻ്റെ ഫ്ലിപ്പ് 4ൽ കൊടുത്തിരിക്കുന്ന പോലെ ഇതിലും ഇവിടെ ബ്രാൻഡിങ് ഉണ്ട്, അതായത് ഓപ്പോ എന്ന ബ്രാൻഡിങ് എഴുതിയിട്ടുണ്ട്. ഇവിടെ സാംസങ്ങിൻ്റെ ബ്രാൻഡിങ് ആയിരുന്നു. ദാറ്റ് ഈസ് ഓക്കെ. ചെറിയ രീതിയിലുള്ള ചായ കാച്ചിൽ എന്തായാലും കാണും, കാരണം സാംസങ്ങിൻ്റെ Z ഫ്ലിപ്പ് 4 എന്ന് പറയുമ്പോൾ എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫ്ലിപ്പ് ഫോണാണ്, ഒരുപാട് പേര് വാങ്ങി ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഫ്ലിപ്പ് ഫോൺ കൂടിയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ചായ കാച്ചിൽ അതിനുശേഷം വരുന്ന ഫ്ലിപ്പ് ഫോൺസിൽ എന്തായാലും ഉണ്ടാവും, ഇവിടെ ഉണ്ട്. സോ ബാക്കിൽ ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ ഒന്നില്ലെങ്കിലും ഹാസൽബ്ലാഡ് വന്നിട്ടുണ്ട്, അതായത് നമ്മുടെ OnePlusൻ്റെ സഹയാത്രികൻ ഹാസൽബ്ലാഡ് ചേട്ടന്മാർ ഇവിടെയും വന്നിട്ടുണ്ട്. ഓക്കെ, എനിവേ സോ ഇതിൻ്റെ ക്യാമറയിൽ മിക്കവാറും ഹാസൽബ്ലാഡിൻ്റെ ഓപ്റ്റിമൈസേഷൻ കാണാൻ സാധ്യതയുണ്ട്. നമുക്കിതിൻ്റെ ഹിഞ്ച് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ ഇതാണ് 90 ഡിഗ്രി. ഓക്കെ, നോ പ്രോബ്ലം, ഇങ്ങനെ നിൽക്കുന്നുണ്ട് അത്യാവശ്യം. ഓക്കെ, ഇവിടെ എത്തുമ്പോഴേക്കും ഗോൺ. ഓക്കെ, ബാക്കിലേക്ക് നോക്കാം. ബാക്കിലും ഇവിടെ എത്തുമ്പോഴേക്കും തീർന്നു. ഓക്കെ, പിന്നെ ഈ ഒരു റിവ്യൂ യൂണിറ്റ് ഉണ്ടല്ലോ, ഇത് ഞാൻ ചൈനയിൽ നിന്നാണ് വരുത്തിയത്. പക്ഷേ ഈ ഒരു ഡിവൈസ് ഉപയോഗിക്കുന്ന ഫസ്റ്റ് ആൾ ഞാനല്ല, പല ടെക് കോണ്ടന്റ് ക്രിയേറ്റേഴ്സും ഇൻസ്റ്റാഗ്രാം ക്രിയേറ്റേഴ്സൊക്കെ ഇതിൻ്റെ മേളിൽ കൂടെ കയറി ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഒരു പക്ഷേ അതുകൊണ്ടാവാം ഇതിൻ്റെ ഈ ഒരു ഹിഞ്ച് സ്ട്രെങ്ത് നമുക്ക് കുറവായിട്ട് തോന്നുന്നത്. പക്ഷേ പേഴ്സണലി ഐ തിങ്ക് സാംസങ്ങിൻ്റെ ഹിഞ്ച് സ്ട്രെങ്ത് വളരെ വളരെ സ്ട്രോങ് ആണ്. ഉണ്ടല്ലേ, നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് സാംസങ്ങിൻ്റെ ഹിഞ്ച് സ്ട്രെങ്ത്. ആ ഒരു സംഭവമുണ്ട് അതിൽ. ഓക്കെ, ഒരു എക്സ്ട്രാ ഒരു സ്ട്രെങ്ത് അതിൻ്റെ ഹിഞ്ചിലുണ്ട്. പിന്നെ സാംസങ്ങിൻ്റെ ഫ്ലിപ്പ് ഫോണിൽ ഉള്ളതുപോലെ ഇവിടെയും സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഫ്ലിപ്പിനെ സംബന്ധിച്ചിടത്തോളം അതാണ് കുറച്ചും കൂടി പ്രാക്ടിക്കൽ, നല്ലോണം വർക്കാവുന്നുണ്ട്. ഫിംഗർ പ്രിൻറ്റ് സ്കാനറിൽ ഇഷ്യൂ ഒന്നുമില്ല. 4300 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഫ്ലിപ്പിൽ ഉള്ളതുപോലെ ഇവിടെ വയർലെസ് ചാർജിങ്ങോ റിവേഴ്സ് വയർലെസ് ചാർജിങ്ങോ അങ്ങനെ ഒന്നും വരുന്നില്ല. IP റേറ്റിംഗ് കൊടുത്തിട്ടില്ല. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ഫ്ലിപ്പിനെ കുറച്ചും കൂടി ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രീമിയം ലെവൽ ആക്കുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും നമ്മുടെ ഫ്ലിപ്പിൽ വരുന്ന പോലെ അതുപോലെ തന്നെ ഇവിടെയും നല്ല ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല കോൺട്രാസ്റ്റ് ഉണ്ട്, നല്ല കളേഴ്സ് ഉണ്ട്. തീർച്ചയായിട്ടും AMOLED ഡിസ്പ്ലേ ആണ്, കാണാൻ നല്ല രസമാണ്. ഓക്കെ, പിന്നെ അത്യാവശ്യം വലിയ ഡിസ്പ്ലേ ആണ്. HDR10+ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 6.8 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED പാനലാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ഒരു ഫ്ലിപ്പ് ഫോണിന്റെ ഹൈലൈറ്റ് ഈ ഡിസ്പ്ലേ അല്ല, പുറത്തുള്ള ഈ ഡിസ്പ്ലേ ആണ്. ഓക്കെ, ഒരു രക്ഷയില്ല, സോ അമേസിങ്. സോ ഞാൻ കുറേ നാൾ നമ്മുടെ ഈ സാംസങ്ങിൻ്റെ ഫ്ലിപ്പ് ഉപയോഗിച്ചതാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഔട്ടർ ഡിസ്പ്ലേ ഒരു രക്ഷയില്ല. ഓപ്പോ സാംസങ്ങിൻ്റെ ആ ചെറിയ കവർ ഡിസ്പ്ലേ കോപ്പി ചെയ്യാൻ നോക്കിയില്ല, അവരുടേതായ വലിയൊരു കവർ ഡിസ്പ്ലേ ഇട്ടിട്ട് തന്നിട്ടുണ്ട്. ഇത് വളരെ കംഫർട്ടബിൾ ആണ്. അതിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാം എവിടെയും ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ചെയ്യാൻ പറ്റുന്നതെല്ലാം അവിടെയും ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ വലിയ ഡിസ്പ്ലേ വരുമ്പോൾ ഒരു കംഫർട്ട് ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചാലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ അകത്തുള്ള ഡിസ്പ്ലേ 6.8 ഇഞ്ചിൻ്റേതാണ്, പുറത്തുള്ള ഡിസ്പ്ലേ 3.2 ഇഞ്ചിൻ്റേതാണ്. സോ അത്യാവശ്യം വലിയ ഡിസ്പ്ലേ ആണ്. നമ്മുടെ ഫ്ലിപ്പിൽ 1.9 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ്. സോ അത് വെച്ച് നോക്കുമ്പോൾ പ്രിറ്റി ബിഗ്.
നല്ല വലിയ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ ഓൾറെഡി ഈ സാംസങ് Z Flip 4ൻ്റെ അൺബോക്സിങ്ങും ഡീറ്റെയിൽ റിവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്കത് ചെക്കൗട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ചാനൽ കിടപ്പുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു Z Flip 4 ചെക്കൗട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ദാ ഇവിടെ വ്യൂ പ്രൊഡക്ട്സിൻ്റെ സെഗ്മെൻറ്റ് കണ്ടു, അല്ലെങ്കിൽ വ്യൂ പ്രൊഡക്ട്സിൻ്റെ ബട്ടൺ കണ്ടു, അതിൻ്റെ മേളിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു പ്രൊഡക്റ്റും ചെക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്കറിയാലോ, നമുക്ക് ഈ ഒരു കവർ സ്ക്രീനിൽ ദാ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് പല കാര്യങ്ങളും മാറ്റി എടുക്കാൻ പറ്റും. ആ സെയിം സെറ്റപ്പ് ഇവിടെയും വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ ദാ ഫോട്ടോ, പോർട്രേറ്റ്, വീഡിയോ. പക്ഷേ ഇത്രയും വലിയൊരു ഔട്ടർ കവർ അല്ലെങ്കിൽ കവർ ഡിസ്പ്ലേ, ഔട്ടർ കവർ അല്ല, ഇത്രയും വലിയൊരു ഔട്ടർ ഡിസ്പ്ലേ അല്ലെങ്കിൽ കവർ ഡിസ്പ്ലേ ഉള്ളതുകൊണ്ട് ഭയങ്കര കംഫർട്ടബിൾ ആണ്, നല്ല രസമുണ്ട്. വലിയ ഐക്കൺസ് ആണ് കാണാൻ പറ്റുന്നത്. ഐക്കൺസ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഫോട്ടോ എടുക്കാൻ പറ്റും, പോർട്രേറ്റ് എടുക്കാൻ പറ്റും, വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. നല്ല മുട്ടൻ പ്രിവ്യൂ കാണാൻ പറ്റും. സാംസങ്ങിൻ്റെ ഫ്ലിപ്പിലും പ്രിവ്യൂ ഉണ്ട്, പക്ഷേ ഭയങ്കര ചെറുതാണ്. പലപ്പോഴും നമുക്കിങ്ങനെ തല വരുന്നുണ്ടോ ഉടല വരുന്നുണ്ടോ ഒക്കെ ചെക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇവിടെ നല്ല മുട്ടൻ പ്രിവ്യൂ ആണ്, ഒരു രക്ഷയില്ല. ഓക്കെ, വളരെ വലിയ പ്രിവ്യൂ ആണ് ഇവിടെ വരുന്നത്. ദാറ്റ്സ് റിയലി നൈസ്. ഫോട്ടോ എടുത്തു. ഈ പാമ്പിൻ്റെ ജെസ്ചർ ഉണ്ടല്ലോ ഇവിടെയും വരുന്നുണ്ട്. വീണ്ടും അതും സാംസങ്ങിൻ്റേതാണെന്ന് തോന്നുന്നു. പിന്നെ ആ ചിറക് വിടരുന്ന ബ്യൂട്ടിഫുള്ളായ വാൾപേപ്പർ ഇല്ലേ, ആ വാൾപേപ്പർ ഫ്രണ്ട് സ്ക്രീനിലും വരുന്നുണ്ട്. സോ നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോൾ ആ സാധനം വരുമല്ലോ, അതിനുശേഷം ഇത് ക്ലോസ് ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് ഇവിടെ ഇങ്ങനെ തുറന്നു വരും. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, വെരി വെൽ ഡൺ. ഒന്നുകൂടെ സ്വൈപ്പ് ചെയ്യുമ്പോൾ വെതർ ഇൻഫർമേഷൻ, ഒന്നുകൂടെ സ്വൈപ്പ് ചെയ്യുമ്പോൾ ടൈമറും പിന്നെ നമ്മുടെ ക്ലോക്കും ഒക്കെ വരുന്നുണ്ട്. ഒന്നുകൂടെ സ്വൈപ്പ് ചെയ്യുമ്പോഴാണ് ഇവിടെ രസം. അതായത് നമുക്കിവിടെ ടിക്ടോക്ക് ഒക്കെ കാണാൻ പറ്റും. ടിക്ടോക്ക് ആണെന്ന് തോന്നുന്നു, നമ്മുടെ ചൈനയിലുള്ള ചേച്ചിമാരും ചേട്ടന്മാരുടെയൊക്കെ ഷോർട്ട് വീഡിയോകളാണ്. അത് ഞാൻ കാണിച്ചു തരാം. അതായത് നമുക്ക് ഈ ഒരു ഫോൺ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ കവർ സ്ക്രീനിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് ടിക്ടോക്കും പിന്നെ റീൽസും ഷോർട്സൊക്കെ കാണാൻ പറ്റും. കൊള്ളാം. പിന്നെ സാംസങ്ങിൻ്റെ ഫ്ലിപ്പിൽ കണ്ട ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, അതായത് ഫോർ എക്സാമ്പിൾ യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിത് ഫോൾഡ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മേളത്തെ ഹാഫിൽ വീഡിയോ ആവും, പിന്നെ താഴത്തെ ഹാഫിലായിരിക്കും ഓപ്ഷൻസും അല്ലെങ്കിൽ നമ്മുടെ കോമെൻറ്റ്സും റെക്കമെൻഡേഷൻസ് ഒക്കെ. അതെല്ലാം ഇവിടെയും വരുന്നുണ്ട്, കണ്ടില്ലേ? മേളിലാണ് വീഡിയോ, താഴെയാണ് നമ്മുടെ ഓപ്ഷൻസും കോമെൻറ്റ്സ് ഒക്കെ. സെയിം വിത്ത് ക്യാമറ യു നമ്മൾ ഇങ്ങനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് ഇത് ഫോൾഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ക്യാമറ പ്രിവ്യൂ മേളിലും ഓപ്ഷൻസ് താഴത്തെ സ്ക്രീനിൽ വരും. പിന്നെ ഈ ഒരു ഫോൺ നമുക്കത് ഇങ്ങനെ പിടിച്ച് ക്യാം കോർഡർ സ്റ്റൈലിലൊക്കെ എടുക്കാൻ പറ്റും. ഈ കാലത്ത് ആരാണ് ഇങ്ങനെ എടുക്കുന്നത് എനിക്കറിയില്ല, പക്ഷേ എന്തായാലും ആ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയും ഷൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ വളരെ സിമിലർ ആണ് ഈ ഓപ്ഷൻസും ഫീച്ചേഴ്സൊക്കെ. പക്ഷേ അത്രയും സിമിലർ അല്ലാത്തൊരു സംഭവമാണ് ഇതിൻ്റെ ക്രീസ്. അത് ഞാൻ ഇതുവരെ ക്രീസിനെ കുറിച്ച് സംസാരിച്ചല്ലോ. സോ ക്രീസിനെ കുറിച്ച് സംസാരിക്കാം. ഞാൻ പലയിടത്ത് വായിച്ച് കേട്ടിരുന്നു, അതായത് സാംസങ്ങിൽ ആ ഒരു IP റേറ്റിംഗ് ഉള്ളതുകൊണ്ട് ഒരു പ്രത്യേകതരം ഹിഞ്ചാണ് അവർ ഉപയോഗിക്കുന്നത്. ആ ഹിഞ്ച് ഉള്ളതുകൊണ്ടാണ് ഈ നമ്മുടെ സാംസങ്ങിൻ്റെ ഫോൾഡ് ആണെങ്കിലും ഫ്ലിപ്പ് ആണെങ്കിലും അത്യാവശ്യം നല്ല സംഭവമുണ്ട്, ആ ഒരു ക്രീസ് ഉണ്ട്. ഇവിടെയും ക്രീസ് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, ക്രീസ് ഉണ്ട്, പക്ഷേ അത്രയും വിസിബിൾ അല്ല കേട്ടോ. സോ നിങ്ങൾ സാംസങ് ഫ്ലിപ്പ് 4ൻ്റെ ക്രീസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ക്രീസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറവായിട്ട് ഫീൽ ആവും. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്, പെർഫോമൻസ് ഓക്കെയാണ്. ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല സ്വാഭാവികമായിട്ട്. പിന്നെ ഇതിൽ കൊടുത്തിരിക്കുന്ന ഹാപ്റ്റിക്സ് നല്ലതാണ്. ഓക്കെ, നല്ല ടോപ്പ് ക്വാളിറ്റി ഹാപ്റ്റിക്സ് ഉണ്ട്. നമ്മൾ ഉപയോഗിക്കുമ്പോൾ ടൈപ്പൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് ഫീൽ ആവുന്നുണ്ട്. നല്ല ഹാപ്റ്റിക്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ വരുന്ന ചിപ്സെറ്റ് ആണ് MediaTekൻ്റെ Dimensity 9000+. ഓക്കെ, MediaTekൻ്റെ ഏറ്റവും പവർഫുൾ ചിപ്സെറ്റ് ഉണ്ടല്ലോ 9200, അത് ഇതിൻ്റെ നെക്സ്റ്റ് ജനറേഷൻ ആണ്. സോ ഇതും ഒരു ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റ് തന്നെയാണ്. ഏകദേശം 9 ലക്ഷത്തിൻ്റെ AnTuTu സ്കോർ കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും 8+ Gen 1 അല്ലെങ്കിൽ 8 Gen 2 ആ ലെവലുള്ള ചിപ്സെറ്റ് ഒന്നുമല്ല, എന്നാൽ MediaTekൻ്റെ ഒരു പവർഫുൾ ചിപ്സെറ്റ് തന്നെയാണ്. നമ്മുടെ ഗെയിംസ് ഉണ്ടല്ലോ, BGMI ആണെങ്കിലും കോൾ ഓഫ് ഡ്യൂട്ടി ആണെങ്കിലും അതൊക്കെ നല്ലോണം ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്, ഒരു ഇഷ്യൂ ഇല്ല. ഓക്കെ, 60 FPS നിങ്ങൾക്ക് കളിക്കാൻ പറ്റും. ഈവൻ ഫോണിൻ്റെ നോർമൽ പെർഫോമൻസും നല്ലതാണ്. അതായത് ചിപ്സെറ്റ് കാരണം ഒരു തരത്തിലുള്ള ഇഷ്യൂ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, അത്യാവശ്യം പവർഫുൾ ചിപ്സെറ്റ് ആണ്. ഓപ്പോയുടെ ഒരു ഫോൺ ആയതുകൊണ്ട് തീർച്ചയായിട്ടും ColorOS ആണ് വരുന്നത്, ColorOS 13 വിത്ത് ലേറ്റസ്റ്റ് Android 13. ഓക്കെ, സാംസങ്ങിൻ്റെ ഫ്ലിപ്പിൽ കൊടുത്തിരിക്കുന്ന പോലെ ഈ ഒരു ഫ്ലിപ്പിലും 2 ക്യാമറ, ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ഉണ്ട്. 50 മെഗാപിക്സലിൻ്റെതാണ് മെയിൻ ക്യാമറ. അൾട്രാവൈഡ് വരുന്നുണ്ട് 8 മെഗാപിക്സലിൻ്റെ, 32 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. 1080p at 30 FPS ആണ് മാക്സിമം സെൽഫി വീഡിയോ റെസൊല്യൂഷൻ. സോ ക്യാമറ പെർഫോമൻസ് ഓക്കെ ആണ്. സാംസങ്ങിൻ്റെ ഫ്ലിപ്പിൻ്റെ ക്യാമറ പെർഫോമൻസ് കിഡുമായിരുന്നു. ഓക്കെ, നല്ല ക്യാമറ പെർഫോമൻസ് ആണ്. അതിൻ്റെ അടുത്തൊന്നും ഇതിന് വരാൻ പറ്റുമല്ലോ. ഓക്കെ, ഒരു നോർമൽ ഓപ്പോ പ്രോസസ്സിംഗ് ആണ് നടക്കുന്നത്. ചെറിയ രീതിയിലുള്ള ഒരു ടച്ചപ്പ് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെന്തായാലും ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, ഫോട്ടോഗ്രാഫി പിന്നെ ഓക്കെ ആണ്. വീഡിയോഗ്രാഫി വളരെ ആവറേജ് ആയിട്ട് തോന്നി. അതായത് വീഡിയോ പെർഫോമൻസ് സെൽഫി ആണെങ്കിലും റിയർ വീഡിയോ ആണെങ്കിലും വളരെ ആവറേജ് ആയിട്ട് തോന്നി.
ഈ ഫോൺ ചൈനയിൽ ലോഞ്ച് ചെയ്തപ്പോൾ അതിൻ്റെ പ്രൈസ് ആയിരുന്നു ഏകദേശം 5000 സംതിങ് യുവാൻ, അതായത് ഇന്ത്യൻ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 70,000 രൂപയായിരുന്നു. ഓക്കെ, ഇതിൻ്റെ ഗ്ലോബൽ ലോഞ്ച് ഈ വരുന്ന ഫെബ്രുവരി 15 ലണ്ടനിൽ വെച്ചാണ്. ചിലർ പറയുന്നുണ്ട് ഇന്ത്യയിലേക്ക് വരും, ചിലർ പറയുന്നു ഇന്ത്യയിലേക്ക് വരുന്നില്ല. സോ എനിക്കറിയില്ല, എന്തെങ്കിലും ഒഫീഷ്യലി ഞാൻ സെർച്ച് ചെയ്ത് നോക്കട്ടെ. എന്തെങ്കിലും ഒഫീഷ്യലി കിട്ടുകയാണെങ്കിൽ ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം. പ്രൈസിങ് ഇന്ത്യയിൽ അത്യാവശ്യം അഗ്രസീവ് പ്രൈസിങ് വെക്കേണ്ടി വരും. കാരണം ഈ ഫ്ലിപ്പ് ഉണ്ടല്ലോ, ഫ്ലിപ്പ് 85,000 റുപ്പീസാണ്. പക്ഷേ നമുക്കിത് ഇപ്പം 75,000 റുപ്പീസിൽ ഈസിലി കിട്ടും എനിക്ക് തോന്നുന്നു. ഓഫ്ലൈൻ മാർക്കറ്റിലും ഓൺലൈനിലേക്ക് കിട്ടും. സോ ആ ഒരു പ്രൈസിൽ ഈ ഒരു ഫോൺ കൊണ്ട് ഇറക്കിയാൽ ആരും ഇത് വാങ്ങുള്ളൂ. എല്ലാവരും സാംസങ്ങേ വാങ്ങുള്ളൂ. അതായത് ഫ്ലിപ്പ് വാങ്ങാൻ നോക്കുന്നവർ സാംസങ്ങേ വാങ്ങുള്ളൂ. സോ ഓപ്പോ ഈ ഒരു ഫോൺ ഇന്ത്യയിൽ ഇറക്കുന്നുണ്ടെങ്കിൽ നല്ല അഗ്രസീവ് പ്രൈസിങ്ങിൽ ഇറക്കേണ്ടി വരും. എനിവേ വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. ദിസ് ഈസ് എ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.